ചൈന ജപ്പാൻ നയതന്ത്ര ബന്ധം അത്ര ഊഷ്മളമൊന്നും അല്ലെങ്കിലും ലോകകപ്പിൽ ഭൂരിഭാഗം ചൈനക്കാരും ജപ്പാൻ ടീമിനൊപ്പമാണ്. ജപ്പാൻ ഗോൾ നേടുമ്പോൾ ആവേശം കൊള്ളുന്ന ചൈനീസ് യുവത്വത്തെ വിമർശിക്കുന്ന യാഥാസ്ഥിതികരും അവിടെയുണ്ട്. ജപ്പാൻ സ്കോർ ചെയ്യുമ്പോഴുള്ള ചൈനീസ് ആരാധകരുടെ ആഘോഷം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല ചൈനയിലെ യാഥാസ്ഥിതിക സമൂഹം. ഷാങ്ഹായിലെ ഒരു സ്പോർട്സ് ബാറിൽ നിന്നുള്ള കാഴ്ചയാണിത്. നീല ജേഴ്സി ധരിച്ച് ജാപ്പനീസ് ആരാധകരുടെ പാട്ടുപാടി ഗോളാഘോഷം നടത്തുന്നത് ചൈനീസ് യുവത്വമാണ്. കായികവും രാഷ്ട്രീയവും രണ്ടാണെന്നാണ് സ്റ്റീഫൻ ഗുവാനെ പോലുള്ളവരുടെ നിലപാട്. ലോകകപ്പിൽ ഏഷ്യൻ പ്രാതിനിധ്യം ഉണ്ടാവുമ്പോൾ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടതെന്നും ചോദ്യം. ലോക റാങ്കിങ്ങിൽ 91ാം സ്ഥാനത്തുള്ള ചൈന ഉടൻ ലോകകപ്പ് കളിക്കുമെന്ന് ഇവർക്ക് പ്രതീക്ഷയുമില്ല. It's better to see more similar faces like us on televisions, on media. So, yeah, I think it's a good thing. ജപ്പാനെ പോലൊരു ടീം ഏഷ്യൻ ആരാധകർക്കുള്ളത് തന്നെ ആവേശമാണെന്ന് മാത്യു ഷാങ് എന്ന ജപ്പാൻ ആരാധകൻ. 大家都是亚洲的队伍，但是我们中国队就是看他们的比赛的时候，永远是伤心比开心多吧。但是看日本队的比赛，现在越来越觉得日本越来越厉害，然后心里很踏实，对，就觉得亚洲有日本这样一支球队非常好，对。യുവ ആരാധകരുടെ ഈ പിന്തുണയെ എതിർക്കുന്നു മധ്യവയസ്കരായ ഫുട്ബോൾ ആരാധകർ. ഇതൊക്കെ അംഗീകരിക്കാൻ പ്രയാസമെന്ന് അവർ പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ചില ചൈനീസ് ഭാഗങ്ങൾ അധിനിവേശം ചെയ്തത് മറക്കില്ലെന്നാണ് നിലപാട്. ചൈനീസ് ജനങ്ങൾക്ക് പൊറുക്കാൻ കഴിയില്ലെന്നും മുതിർന്ന ആരാധകർ.历史的恩怨的，对，这个是历史的情况吧？对，历史的这种恩怨，是因为现在没有释怀，就是因为日本政府、日本的政要没有真正的去为那段历史道歉，反省。这是中国人不能原谅的。整个来说，全世界来说，亚洲的那个足球其实并不是很强嘛，所以如果是作为一个亚洲作为一个整体的话，那日本队能够达到很高的水平，应该我们也是很开心的，我觉得。ലോകകപ്പ് നോക്കൌട്ടിൽ ജപ്പാനും ബ്രസീലും ഏറ്റുമുട്ടുമ്പോൾ ഏഷ്യൻ രാജ്യത്തെ പിന്തുണയ്ക്കുമോ അതോ ലാറ്റിൻ അമേരിക്കൻ സംഘത്തിനൊപ്പം നിൽക്കുമോ ചൈനീസ് ആരാധകർ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.